ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടും അപ്പോൾ തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഉണ്ണിയപ്പം ചെയ്തെടുക്കുന്നത് നമ്മൾ റവയും അതുപോലെ തന്നെ മൈദയും കൊണ്ടിട്ടാട്ടോ. അപ്പോൾ റവയും മൈദയും നമ്മളിവിടെ മദേഴ്സിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് പപ്പടമൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി 1 കപ്പ് അളവിൽ മൈദയാണ് ഞാൻ ആദ്യം എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവിൽ തന്നെ റവയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മൈദയും റവയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ അവിടെ പപ്പടം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പപ്പടമൊന്നും ഇല്ല, ഏകദേശം ഒരു 3 പപ്പടമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് കുതിർക്കാൻ വെച്ച പപ്പടമൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ കുതിർത്ത വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ പപ്പടം ഇതുപോലെ ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം, നമ്മൾ ഇനി സ്പെഷ്യലായിട്ട് ഇതിലേക്ക് സോഡാപ്പൊടിയും ഉപ്പും ഒന്നും ചേർക്കേണ്ട, ഇത് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ചേർത്തത്. 1 കപ്പ് അളവിൽ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് അതിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതുകൊണ്ട് ഫുള്ളായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കാം. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിനി ഇതൊരു അരമണിക്കൂർ, കുറഞ്ഞത് അരമണിക്കൂർ, കൂടി ഒരു 3/4 മണിക്കൂറെങ്കിലും വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അത്രയും നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പൊങ്ങിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നെയ്യിലാണ് നമ്മൾ ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഈ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഇരുന്ന് ഒന്ന് കുറച്ചും കൂടെ റെഡി ആയിക്കോളും. അപ്പോൾ ഈ ഒരു സമയം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് ആ ഒരു മാവിൻ്റെ തിക്നെസ്സൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഈ ഒരു സമയം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട്, ഇപ്പോൾ മധുരം കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കരപ്പാനിയും അതുപോലെ തന്നെ വെള്ളമൊക്കെ ചേർത്ത് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയേക്കാം. ഈ ഒരു രീതി വരെ നമ്മൾ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ അതിനൊട്ടും ചൂട് പാടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ഈവനായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പല ഉണ്ണിയപ്പത്തിലും ചിലപ്പോൾ തേങ്ങാക്കൊത്ത് ഇല്ലാന്ന് വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കുഴികളിലേക്കും നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാവും കൂടി ഒഴിക്കുമ്പോഴത്തേക്കും ആ പാത്രം ഫുള്ളായിട്ട് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉണ്ണിയപ്പം വിണ്ടു പോകും കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നിറയെ വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. എൻ്റെ അവസാനത്തെ ട്രിപ്പ് ഞാൻ ചെയ്തപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിപ്പോയിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് 2 സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. കുറച്ച് നേരം ഇടണം. പുറമേയുള്ള ബ്രൗൺ കളർ കണ്ടിട്ട് വേഗം കയറി എടുക്കരുത്. ഉള്ളിൽ ചിലപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തേക്കാം. ഓരോ സൈഡും ഒരു 3-4 മിനിറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. ഈ ഉണ്ണിയപ്പം മറ്റേ ഉണ്ണിയപ്പത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ റവ ചേർത്തുകൊണ്ട് തന്നെ പുറം ഭാഗത്ത് ചെറിയ ചെറിയ വെള്ള കുത്തുകൾ ഉണ്ടാവുക. റവ കാണാൻ പറ്റുന്നതാണ് അത്. അപ്പോൾ അതായത് ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഞാനിതിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. മുള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അരിപ്പൊടിയുടെയൊക്കെ മാവ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയും ഒരു 6-7 മണിക്കൂറൊക്കെ നല്ലോണം വെയിറ്റ് ചെയ്യണം മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ അതൊന്നും വേണ്ട, ആകെ ഒരു 3/4 മണിക്കൂറത്തെ വെയിറ്റിംഗ് ടൈം മാത്രം മതി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.